അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു പച്ചി വീട്ടിലെ വിശേഷങ്ങൾ. ഇത് ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പിൻ്റെ 4th പാർട്ടാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ഏരിയാസാണ്. ബദർ റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഇതിൻ്റെ ചുറ്റും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത് സോനാമാർഗ് മൗണ്ടൻസ് കണ്ടില്ലേ, മഞ്ഞുമലകൾ. ഇപ്പോൾ അതിരാവിലെ നമ്മൾ എണീറ്റ് ബാൽക്കണിയിലൂടെ നോക്കുമ്പോൾ കുറേ ആൾക്കാർ ആടുങ്ങളായിട്ട് ഇവിടെ വരുന്നത് കണ്ടു. പിന്നെ അതായത് അവരുടെ ഡ്യൂട്ടീസ് അവർ വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ റിസോർട്ടിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ കുതിരകളെ കൊണ്ട് നിരത്തിയിരിക്കുന്നു. കാരണം നമുക്ക് പഹൽഗാമിലേക്ക് പോകാനും അതിനൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും, ഒരുപാട് ആക്ടിവിറ്റീസ് ഈ റിസോർട്ടിൻ്റെ ചുറ്റുമുണ്ട്. നല്ല അടിപൊളി റിസോർട്ടാണ്. അതുമാത്രമല്ല, അന്ന് ഞങ്ങൾ എത്തിയ അന്ന് തന്നെ എല്ലാവരും പറഞ്ഞു ഇവിടെ താഴെ നല്ല വ്യൂ ആണ് വരാൻ. പക്ഷേ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്തുകൊണ്ട് ഞങ്ങൾ രാത്രി പോയില്ല. ഞങ്ങൾ നേരം വെളുത്ത് നല്ല രാവിലെ തന്നെ റിസോർട്ടിൻ്റെ ചുറ്റുള്ള ഏരിയാസ് കാണാൻ വരുമ്പോഴാണ് നമ്മൾ സിന്ധ് നദി കാണുന്നത്. വളരെ ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് വേൾഡിലേക്ക് വന്ന പോലെ തോന്നും. നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കാണുന്നത് സിന്ധ് നദിയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളെല്ലാവരും അവിടെ ഇറങ്ങി നദിയുടെ ഭംഗി ആസ്വദിച്ചു.
പിന്നെ ഇവിടെ നമ്മൾ കണ്ടൊരു കാര്യം, നമ്മൾ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ രണ്ട് വശത്തും മഞ്ഞ പൂക്കൾ കണ്ടു. അപ്പോൾ നമ്മളിത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഗൈഡ് പറഞ്ഞത് അത് കടുക് പാടങ്ങളാണ്. ഈ കടുക് പാടം കാണാൻ തന്നെ നല്ല രസമാണ്. രണ്ട് വശവും ഫുൾ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ. അപ്പോൾ ഇപ്പോൾ പൂക്കൾ ഇടുന്നൊരു സമയമാണ്. ഈ കടുക് പാടങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് പാമ്പൂർ ശ്രീനഗർ ഹൈവേയിലാണ്. നമ്മൾ പഹൽഗാം പോകുന്ന ആ ഹൈവേയിലാണ് ഏറ്റവും കൂടുതൽ ഈ പാടങ്ങളുള്ളത്, കടുക് പാടങ്ങളുള്ളത്. അതിൻ്റെ മഞ്ഞ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ നമ്മളപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു ഏരിയ മൊത്തം മഞ്ഞ പൂക്കൾ കൊണ്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. എല്ലാ പാടങ്ങളിലും ഇങ്ങനെ ആൾക്കാർ നോക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് വളരെ റോഡിനോട് ചേർന്നതായതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി ഗൈഡ് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് നമ്മൾ നിർത്തി. ആ ഒരു ഷോപ്പിൻ്റെ മുന്നിലാണ്. ആ ഷോപ്പിൻ്റെ പേരാണ് സമീന്ദാർ. അവിടെയാണ് നമുക്ക് ഏറ്റവും ഫ്രഷായിട്ട് കുങ്കുമപ്പൂവ്, ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്നതെന്ന് ഗൈഡ് പറഞ്ഞത്. അങ്ങനെ നമ്മളെല്ലാവരും ചെന്നപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗസ്റ്റിന് അവർ തന്നത് കാവയാണ്, കാശ്മീരി കാവ. കാശ്മീരി കാവ ആദ്യമായിട്ടപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തത് അവിടെ നിന്നാണ്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നീട് അതിന് ശേഷം അവിടുത്തെ സെയിൽസ്മാൻ ഞങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും പല പല അവരുടെ പ്രൊഡക്ട്സിൻ്റെയും കുറിച്ച് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് തന്നു. നമ്മളെല്ലാവരും അത് ടേസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ നമുക്ക് ഫ്രഷായിട്ട് കുങ്കുമപ്പൂവ് കിട്ടിയിരുന്നു, പല വെയ്റ്റിലും. 1 ഗ്രാം മുതൽ എത്ര വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. 1 ഗ്രാമിന് 300 റുപ്പീസാണ്. അപ്പോൾ കുങ്കുമപ്പൂവിൻ്റെ ഒറിജിനൽ കുങ്കുമപ്പൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വശത്ത് ഭയങ്കര തിന്നായിരിക്കും, ഒരു വശത്ത് തിക്കായിരിക്കും. പിന്നെ എല്ലാവരും അത് വാങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കുക. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ പല 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 സാധനങ്ങളെക്കുറിച്ചും ആൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഞങ്ങളുടെ കൂടെ വന്നവരും ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത്. പിന്നെ നമ്മുടെ യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വില്ലോ ട്രീസാണ്. എല്ലാവരും വില്ലോ ട്രീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നൊരു ട്രീ ആണിത്. അതിന് 30 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. ലോക്കലി അവരവിടെ വില്ലോ എന്നല്ല വിളിക്കുന്നത്, വീർ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ തന്നെ 23 സ്പീഷീസ് ഉണ്ട്. ഓരോ സ്പീഷീസിനും ഓരോ യൂസുകളാണ്, സ്പെസിഫിക് യൂസസ് ഉണ്ട്. ഫർണിച്ചർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, പിന്നെ പാക്കിംഗ് കേസസ്, അങ്ങനെ പല യൂസുകളുണ്ട്. പക്ഷേ ഇവർ മെയിൻലി ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അവിടെ ആ ഒരു ഏരിയയുടെ കൂടുതലും വരുമാനം എന്ന് പറയുന്നത് ക്രിക്കറ്റ് ബാറ്റ് വില്ലോ ട്രീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ കൂടുതലും പല യൂസുകളുണ്ടെങ്കിലും കൂടുതലും ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്കുള്ള റിസോർട്ടിലേക്ക് ഞങ്ങളെത്തി. അന്ന് സ്റ്റേ ചെയ്യേണ്ട റിസോർട്ടിലേക്ക് ഞങ്ങളെത്തി. ആ റിസോർട്ടിൻ്റെ പേരാണ് കൊലാൻഹായ് ഗ്രീൻ റിസോർട്ട്, പഹൽഗാം. അപ്പോൾ അന്ന് രാത്രി നമ്മളവിടെ റെസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾ പഹൽഗാമിൽ പോകാമെന്ന് തീരുമാനിച്ചു. കാരണം അന്നത്തെ യാത്രയിൽ ഒരുപാട് സമയം വേണ്ടി വന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ടയേർഡായി. വഴിയിൽ കുറച്ച് പേർക്കൊക്കെ വയ്യാതാവുകയും ഛർദ്ദിക്കാൻ വരികയും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വണ്ടി അവിടെ ഇവിടെയൊക്കെ ഹോൾട്ട് ചെയ്തതുകൊണ്ട് അന്ന് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ എത്തിയില്ല. അതുകൊണ്ട് നേരെ റിസോർട്ടിൽ പോയി പിറ്റേ ദിവസം പഹൽഗാമിൽ പോകാൻ തീരുമാനിച്ചു. പഹൽഗാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമാണല്ലോ, ഇപ്പോൾ വളരെ ഫേമസ് ആയ സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഞങ്ങളുടെ എല്ലാ പാർട്ട് വീഡിയോയും കാണണം എന്ന് കമൻറ്റ് ചെയ്യണം. താങ്ക് യു.